ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ അപ്പർ ലിപ്പ് ഹെയർ ഒക്കെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ എൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ അപ്പർ ലിപ്പിന്റെ കാര്യം പറയുമ്പോൾ ചില ആൾക്കാർ, അതായത് നമ്മളിങ്ങനെ നാട്ടിൻപുറത്തൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഒരു വിചാരമുണ്ട് നമ്മുടെ അപ്പർ ലിപ്പിലെ ഹെയർ നമ്മൾ റിമൂവ് ചെയ്യാൻ പാടില്ല, അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല നമ്മൾ റിമൂവ് ചെയ്താൽ തന്നെ അത് ഭയങ്കരമായിട്ട് അടുത്ത തവണ തഴച്ചു വളരും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഓൾമോസ്റ്റ് അതായത് ലോകത്തിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും തന്നെ അപ്പർ ലിപ്പിൽ ചെറിയ രീതിയിൽ തന്നെ ഹെയർസ് ഉണ്ടാവും. ആണുങ്ങളെ കൂട്ട് തിക്കായിട്ടുണ്ടെന്നല്ല, വളരെ ലൈറ്റായിട്ട് തിന്നായിട്ട് തന്നെ ഹെയർസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കാണുന്ന ഈ ഫിലിം സ്റ്റാർസും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ കൂടെ നടക്കുന്ന ഇല്ലേ കുറച്ച് സിറ്റിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ അപ്പർ ലിപ്പ് അവർ ക്ലീൻ ചെയ്തിട്ടാണ് അവർ നടക്കുന്നത്. ചിലരെ ആൾക്കാർ ഇപ്പൊ PCOD ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ കൂടെ ഒക്കെ രോമങ്ങൾ വരും. അപ്പൊ അതൊക്കെ നമ്മളങ്ങനെ നമുക്കുള്ളതാണെന്ന് കരുതിക്കൊണ്ട് നമ്മളത് അങ്ങനെ വെച്ചോണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊക്കെ അത് റിമൂവ് ചെയ്യാം. ഒരു 2 വർഷം മുമ്പ് വരെ ഇത് ചെയ്യില്ലാത്ത ആളായിരുന്നു ഞാനും അപ്പർ ലിപ്പ് ചെയ്യലുണ്ടായിരുന്നില്ല. ഒരു തവണ ഞാനോട് പാർലറിൽ പോയ സമയത്താണ് അവരെന്നോട് പറഞ്ഞത്, എന്താണ് ഈ ഹെയർ എങ്ങനെ വെച്ചോണ്ടിരിക്കും, ഇതൊന്നും ആരും വെച്ചോണ്ടിരിക്കും, ഞങ്ങൾക്കൊക്കെ ഉണ്ട്, ഞങ്ങളാരും വെക്കാറില്ലല്ലോ, ക്ലീൻ ചെയ്യുവല്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ഓക്കെ എന്നാൽ എന്തുകൊണ്ട് ഞാനും ചെയ്തുകൂടാന്നുള്ളൊരു ചിന്ത പോയത്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തൊരു നല്ലൊരു ഭംഗി കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിന് വരും. കാരണം നമ്മൾ കണ്ടിട്ടുള്ള വലിയ വലിയ സ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ഒരു ഹെയർ, അപ്പൊ നമ്മൾ ചിന്തിക്കും അവർക്കൊന്നും ഒരു ഹെയറും ഇല്ല, നമുക്ക് മാത്രം ഇങ്ങനെയുള്ളല്ലോ, അപ്പൊ നമ്മുടെ മാത്രം എന്തോ ഡിഫക്റ്റ് പോലെ നമ്മൾ കരുതും. പക്ഷെ അങ്ങനെയല്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ചെറിയ രീതിയിൽ തന്നെ ഹെയർ ഉണ്ടാവും. പക്ഷെ അവരൊക്കെ അത് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പൊ ഇന്നിപ്പോ ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയാണ് കാണിക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു വീഡിയോസ് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഫേസിലെ ഹെയർ അല്ലെങ്കിൽ ഐബ്രോ എങ്ങനെ ക്ലീൻ ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ബ്ലേഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ എനിക്ക് കുറെ റിക്വസ്റ്റ് വന്നു അപ്പർ ലിപ്പ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നൊന്ന് കാണിച്ചു കൊടുക്കാമോ എന്നുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും മീശ ഉണ്ട്. അപ്പൊ എനിക്കിപ്പം എൻ്റെ മീശ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരുപാട് എനിക്ക് വരാറില്ല. പക്ഷെ ഈ ഒരു സൈഡിൽ വളരെ ലൈറ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ വളരെ ലൈറ്റായിട്ട് എനിക്കവിടെ വരാറുണ്ട്. വളരെ ലൈറ്റായിട്ട് എനിക്ക് വരാറുള്ളൂ. ഞാനിത് ഇപ്പം ഏകദേശം 1 മാസമായി എൻ്റെ അപ്പർ ലിപ്പ് ഞാൻ ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. ഞാൻ ക്വാറന്റൈൻ കഴിഞ്ഞ് എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. പിന്നെ ഞാൻ എൻ്റെ സ്കിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് 1 മാസത്തോളമായിട്ട് ഒട്ടും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഒട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസ് മസാജ് പോലും അല്ലെങ്കിൽ ഫേസിൽ ഒരു ക്രീം പോലും ഞാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഞാൻ എൻ്റെ ഫേസിന് ഞാനങ്ങ് അതായത് ഈ മാർക്സ് ഒക്കെ പോട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ള ലെവലിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി അങ്ങനെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ കെയർ ചെയ്തെങ്കിലേ നമ്മുടെ സ്കിന്ന് നന്നാകുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഓയിൽ മസാജ് ഒക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഓയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഓയിൽ മസാജിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ച കാര്യമാണ് ഞാൻ ഓയിൽ മസാജ് ഏത് ഓയിൽ കൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ ആൽമണ്ട് ഓയിൽ കൊണ്ടും ചെയ്യാറുണ്ട്, ഇപ്പൊ ഞാൻ ഓറഞ്ച് ഓയിൽ കൊണ്ടും ചെയ്യാറുണ്ട്. ഓറഞ്ച് ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സ്കിൻ കെയറിന്റെ ആ ഒരു സീരീസിൽ 1 by 1 ആയിട്ട് ഞാൻ ഓരോന്ന് കാണിച്ചു തരുന്നതായിരിക്കും. നന്നായിട്ട് ഇത് മസാജ് ചെയ്യുന്നൊരു രീതിയുണ്ട്, നമ്മുടെ ഫേസ് മസാജ് ചെയ്യുന്നതിന്. അത് ആദ്യം എല്ലാവരും ഒന്നും ശ്രദ്ധിക്കണം കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ മസാജ് ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഒന്നും കൂടെ തൂങ്ങി പോകത്തുള്ളൂ, ലൂസ് ആവത്തേ ഉള്ളൂ. അപ്പൊ ടൈറ്റൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും മസാജ് ചെയ്യുന്നത്, നമ്മുടെ ഒരു ഗ്ലോ ഒക്കെ കിട്ടുന്നതിന് വേണ്ടി. അപ്പൊ അത് ഞാനൊരു ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഏതായാലും ഞാനിപ്പോൾ ഓയിൽ മസാജ് ചെയ്തിരിക്കുന്നത് കൊണ്ട് എൻ്റെ ഫേസിൽ ഞാനിപ്പോൾ വേറെ സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഒന്നും ഉപയോഗിക്കാറില്ല. ഞാനിത് എൻ്റെ സ്കിൻ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം ഞാൻ ഓയിൽ മസാജ് ഒന്നും ചെയ്യാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഫേസ് വാഷ് ഇടും. നമ്മുടെ ഫേസ് വാഷിന് ഒരു പതയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സോപ്പിന്റെ അംശത്തിലാണ് ഞാൻ ക്ലീൻ ചെയ്യാറ്. അല്ലെന്നുണ്ടെങ്കിൽ സോപ്പ് എന്തെങ്കിലും നമ്മൾ കുളിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ, ആ സോപ്പ് ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ പുരട്ടിയിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാറ്. ഇപ്പം എനിക്കിവിടെ ഓയിൽ ഉള്ളത് കൊണ്ട് ഞാൻ നിലവിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ചെയ്യുമ്പം എന്താണ് അപ്പർ ലിപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ടൈറ്റാക്കി പിടിക്കണം. ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഈ ഒരു അവസ്ഥയെ തന്നെ വെച്ചിട്ട് നമ്മൾ ചെയ്യരുത്. നമ്മൾ ടൈറ്റാക്കി പിടിച്ചാലേ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഹെയർ നമുക്ക് റിമൂവ് ആക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ലൂസാക്കി പിടിച്ചിട്ടും ടൈറ്റാക്കി പിടിച്ച് ചെയ്തിട്ടും എനിക്ക് അതിൻ്റെതായ മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലിപ്പുള്ളത് ഇത്രയും ഭാഗത്താണ്, കണ്ടല്ലോ, ഈ കാണുന്നൊക്കെ എൻ്റെ ചിക്കൻ ബോക്സിന്റെ പാടുകളാട്ടോ. അപ്പൊ ഇത്രയും ഭാഗത്ത് ലിപ്പുള്ളൂ. അപ്പൊ നമ്മൾ ഇത്രയും ഭാഗം മാത്രമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കുറച്ച് മുകളിലും കൂടിയായിട്ട് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ ചേഞ്ചസ് നമുക്ക് മനസ്സിലാവും. കാരണം ഇവിടെ മാത്രം കുറച്ച് വൈറ്റനായിട്ടിരിക്കും, ഇവിടെ വേണേൽ കുറച്ച് ഒരു കളർ മാറ്റം ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ മാത്രമല്ലാതെ കുറച്ച് മുകളിലും കൂടി ആയിട്ട് നമ്മൾ ചെയ്യാൻ പറഞ്ഞത്. ഇപ്പൊ ഓയിൽ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓയിൽ കൊണ്ട് നമുക്ക് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഓയിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ടൈറ്റ്
ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ ഫേസിൽ പിമ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ ഫേസിൽ നമ്മൾ ചെയ്യുന്നതിന് എവിടെയെങ്കിലും നല്ലപോലെ പിമ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുകൊണ്ട് ചെയ്യാൻ നിൽക്കരുത്, കാരണം അത് പൊട്ടിക്കുളവാകും. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഒരു പിമ്പിൾ ഉണ്ട്, പക്ഷെ ഞാനത് ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഞാനിപ്പോൾ ഓയിൽ മസാജ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ അപ്പർ ലിപ്പൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ള ചിന്ത വന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ ടൈറ്റാക്കി പിടിക്കുക. പിമ്പിൾസ് ഒക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിച്ചോളുക. എന്നിട്ട് ഈ ഒരു ബ്ലേഡ് സൂപ്പർ ബ്ലേഡ് ആയതുകൊണ്ടാണ് ഞാൻ ഐബ്രോ എൻ്റെ ഫേസിലെല്ലാം ഞാൻ ക്ലീൻ ചെയ്യാറ് കേട്ടോ. പിമ്പിൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളുക. എൻ്റെതാ ഇവിടെ ഞാനിപ്പോൾ ക്ലീൻ ചെയ്തു. ഇനി ഈ സൈഡുകളാണുള്ളത്. ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നാക്കുണ്ട് ഇവിടെ നിന്ന് ടൈറ്റാക്കി വെക്കുക. ഇങ്ങനെ ഓക്കെ. നമ്മുടെ നാക്കുകൊണ്ട് തന്നെ ഈ വായിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ ഇപ്പം നിൽക്കണ്ടില്ലേ, ഇവിടെ ഒരു കളർ ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ഇത്രയും നേരം ഇവിടെ ഹെയർ ഉണ്ടായിരുന്ന എൻ്റെ ആ ഒരു ഫേസും ഹെയർ പെട്ടെന്ന് മാറിക്കഴിഞ്ഞപ്പം ഇവിടെ മാത്രം ഒരു വൈറ്റൻ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുമ്പം കുറച്ച് മുകളിൽ നിന്നും കൂടെ നമ്മൾ ചെയ്യാം. ഈ ഒരു മുകളിലും കൂടെ കാണിച്ചു തരാം. എന്നെ ഫോണിൽ നോക്കി ചെയ്താൽ എനിക്ക് പണി കിട്ടും, ചിലപ്പോൾ എനിക്കവിടെ മുറിയും. ഓക്കെ, കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലല്ലോ ഞാനത് റിമൂവ് ചെയ്തത്. പിന്നെ ചെയ്യുമ്പോൾ ഒരു കുറച്ച് മയത്തിലൊക്കെ ചെയ്യണം. എനിക്കിത് ഈ ഒരു എൻഡിങ്ങിൽ എനിക്ക് കുറച്ച് ഹെയർ ഉണ്ട്, ഞാനതും കൂടെ കളഞ്ഞു. അപ്പോൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ കുറച്ച് മയത്തിലേ ചെയ്യാവുള്ളൂ. ഭയങ്കരമായിട്ട് ഇങ്ങനെ മാന്തി പൊളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്കിത് കംപ്ലീറ്റ് ആവാറില്ല. അതായത് അവിടെ കുറച്ച് ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ ഹെയറിൻ്റെ തരികൾ കുറ്റികൾ എനിക്ക് അവിടെ ഇവിടെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ടും കൂടെ ഒന്ന് ആക്കും. താഴോട്ട് ആക്കിയതിന് ശേഷം മുകളിലോട്ടും കൂടി ഒന്ന് ആക്കും. അന്നേരം ഇപ്പം എനിക്ക് കറക്റ്റ് പെർഫെക്റ്റ് ഇടയ്ക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതും ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കണം കേട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ അപ്പർ ലിപ്പ് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അതാട്ടോ നിങ്ങൾ ഇതുണ്ടോ. എനിക്ക് എത്രത്തോളം അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഫുൾ ക്ലീനായി. അതായത് എനിക്ക് എൻ്റെ ഈ അടുത്ത മിററിൽ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. അതായത് ഞാൻ ഇങ്ങോട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ അവിടെ ഇവിടേക്ക് ചെറുതായിട്ടൊരു കുറ്റികൾ പോലെ എനിക്ക് മനസ്സിലാവാറുണ്ട്. പക്ഷെ ഞാൻ തിരിച്ച് ഓപ്പോസിറ്റും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ക്ലീൻ ആവും. കംപ്ലീറ്റ് ക്ലീൻ ആവും എന്ന് പറഞ്ഞാൽ അങ്ങനെയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും
ആണ് ഒരു പെർഫെക്ഷൻ നമുക്ക് അതിന് കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പർ ലിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ സാധനം, ഇത് ചെറിയ റേറ്റിൻ്റെ സാധനമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ നോക്കട്ടെ, ഓൺലൈൻ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്കും കൂടെ നിങ്ങൾക്ക് ഇട്ട് തരാം. ഇത് നല്ല സാധനമാണ്. നമ്മുടെ ഫേസിലെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് ഇത്. യൂസ് ആൻഡ് ത്രോ അല്ല, നമുക്ക് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. എനിക്കിതിൻ്റെ ഒരു 3 ഒന്നിച്ച് സെറ്റായിട്ടാണ് കിട്ടിയത്. ഇനിയിപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടം ഈ ഒരു ബ്ലേഡാണ് കേട്ടോ. നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഇവിടുത്തെയും ഹെയർ ഉണ്ടല്ലോ, അത് ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ഞാനിപ്പോൾ ഇത് കഴിയുമ്പോൾ ചെയ്തോളാം. ഇപ്പം ഞങ്ങൾ അപ്പർ ലിപ്പ് മാത്രം കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാറ് ഒരു ഓയിൽ വെച്ചിട്ട് ഞാൻ ഇപ്പം നമ്മൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ വെച്ചിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം അവിടുത്തെ ആ ഒരു ഡ്രൈനസും ചെറിയൊരു നീറ്റിലും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കാറ്. അത് നിങ്ങൾ ചെയ്തോളൂ, അത് മറക്കരുത്, അതും കൂടെ ചെയ്തോളൂ കേട്ടോ. അതുകൂടെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഒരു ഗ്ലോ കിട്ടും നമ്മുടെ ഫേസിന് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അപ്പർ ലിപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ഇതിനെന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ പിമ്പിൾസിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിമ്പിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി ഒന്നും നിങ്ങൾ ക്ലീൻ ചെയ്തേക്കരുത്. പിന്നെ ഈ അപ്പർ ലിപ്പ് ക്ലീൻ ചെയ്യുന്നത് ഒരു ഭയങ്കര നാണക്കേടായിട്ടോ അല്ലെങ്കിൽ അയ്യോ അത് ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ, അത് മോശമല്ലേ, ഇനിയിപ്പോൾ ഇത് ഇരട്ടി താഴ്ച വളരല്ലോ എന്നുള്ളവരോട് ഞാൻ ഒന്നും കൂടെ പറയുന്നു, അങ്ങനെ ഒരു സംഭവം ഇല്ല. 1 മാസമായിട്ട് ചെയ്യാതിരുന്ന എൻ്റെ ഫേസാണ് നിങ്ങൾ കണ്ടത്. അത്രേ നമുക്ക് വളരത്തുള്ളൂ, ഒരിക്കലും ഇരട്ടിയായിട്ട് താഴ്ച വളരത്തില്ല. ഇനി ഇൻ കേസ് നമുക്ക് അങ്ങനെ വളരുന്നുണ്ടോ, നമുക്ക് ക്ലീൻ ചെയ്ത് കളയാലോ. നമ്മുടെ ഫേസ് ഭംഗിയായിട്ട് കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അപ്പം എന്നെപ്പോലെ 2 വർഷം മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു, അതായത് ഇതൊക്കെ ചെയ്യുന്നത് വളരെ മോശം എന്ന് കരുതിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. പക്ഷെ നമ്മുടെ മുഖ സൗന്ദര്യം നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കുക. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യുക. അപ്പം ഇപ്പോൾ അപ്പർ ലിപ്പിൻ്റെ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.